അധ്യായം 8. കീർത്തിയുടെ കയ്യിലെ കളർഫുള്ളായ പെയിന്റിംഗ് കണ്ടതും വരുണിന്റെ കണ്ണുകൾ ചുളിഞ്ഞു. പക്ഷേ മുഖത്ത് യാതൊരു ഭാവവും ഉണ്ടായിരുന്നില്ല. കീർത്തി പ്രതീക്ഷയോടെ അവൻ എന്തെങ്കിലും മറുപടി പറയുമെന്ന് കരുതി നിന്നു. ഇതേ വിചാരത്തോടെയായിരുന്നു അമലും സഞ്ജുവും നിന്നിരുന്നത്. പക്ഷെ എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് ഒന്നും പറയാതെ വരുൺ അവിടെ നിന്നും പോയി. ഇത് കണ്ടതും മുഖം കോട്ടിക്കൊണ്ട് കീർത്തി പിറുപിറുക്കാൻ തുടങ്ങി. ഇതിപ്പോ എന്താ കഥ? ഇയാൾക്ക് വല്ലതും പറഞ്ഞിട്ട് പോയെന്താ? ഇങ്ങനെയൊന്നും മിണ്ടാതെ സൈലന്റ് ആയി പോയാ എന്താ ഉദ്ദേശിച്ചെന്ന് നമ്മളെങ്ങനെ മനസ്സിലാക്കും? അല്ലല്ലോ ആവശ്യത്തിന് വല്ലതും ചോദിച്ചാ വായില് കുഴിക്കട്ടെ, ഒരു കാര്യം ഇല്ലെങ്കിൽ ചറവറ ചീത്ത വിളിയോ. ഇത് കേട്ട് സഞ്ജു അവളോട് ചിരിയോടെ പറഞ്ഞു, ഇതിനൊറ്റ അർത്ഥേ ഉള്ളൂ മാഡം. ഈ പെയിന്റിംഗ് നിങ്ങളുടെ റൂമിൽ പോയിട്ട് ഈ മാൻഷനിൽ തന്നെ വെക്കാൻ പറ്റില്ല. കാരണം നിങ്ങളുടെ കെട്ടിയോന് നിറങ്ങൾ ഇഷ്ടമല്ലല്ലോ. അത് നിങ്ങൾക്ക് അസലായിട്ട് അറിയാവുന്നതല്ലേ. സഞ്ജു ആ പെയിന്റിംഗ് വാങ്ങി ഒന്ന് ഉയർത്തി നന്നായി നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതിലാണെങ്കിൽ ലോകത്തുള്ള എല്ലാ നിറവും ഉണ്ട് താനും. അതുകൊണ്ട് ഇത് ഇവിടെ തൂക്കുന്ന കാര്യം അങ്ങ് മറക്കുന്നതാ നല്ലത്. അതും പറഞ്ഞുകൊണ്ട് അമലിനെയും കൂട്ടി സഞ്ജു അവിടെ നിന്ന് പോയി. അവർ പോയതിനു ശേഷം കീർത്തി സ്വയം തലക്കടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ കൃഷ്ണ, നീ എനിക്ക് തന്ന ഭർത്താവ് കൊള്ളാം. നല്ല അസൽ ഭ്രാന്തൻ. ആളുടെ ഇഷ്ടത്തിനെല്ലാം വേണം. പക്ഷെ നമ്മൾ വല്ലതും പറഞ്ഞ അപ്പൊ സൈലന്റ് മോഡ് ഓണാവും. അല്ല, എന്നെയും പറയണം. ഞാൻ അത്രയും പൊട്ടത്തി ആയിട്ടാണല്ലോ നിറങ്ങൾ ഇഷ്ടമല്ലാത്ത ഒരുത്തന്റെ വീട്ടിലേക്ക് പെയിന്റിങ്ങും കൊണ്ടുവന്നത്. കൊല്ലാതെ വിട്ടത് തന്നെ ഭാഗ്യം. സംസാരത്തിനിടയിൽ തന്നെ കീർത്തി പെയിന്റിങ്ങുമായി അവളുടെ റൂമിലെത്തി. അത് ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ഫ്രഷ് ആവാനായി വാഷ്റൂമിലേക്ക് പോയി. കുറച്ചു സമയം കഴിഞ്ഞ് അവൾ വാഷ്റൂമിന് വെളിയിലേക്ക് വന്നപ്പോൾ വരുൺ റൂമിലെ സൈഡ് വാളിനടുത്ത് നിൽക്കുന്നത് കണ്ടു. അവൾ അവന്റെ അരികിലേക്ക് ചെന്നു. അവളുടെ കണ്ണുകൾ ചുമരിലേക്ക് പോയതും വിശ്വാസം വരാതെ അമ്പരന്നു പോയി. അവിടെ അവൾ കൊണ്ടുവന്ന പെയിന്റിംഗ് ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. വരുൺ ആ പെയിന്റിംഗ് സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. അത് കണ്ടതും കീർത്തി മനസ്സിൽ പറഞ്ഞു, ഇതെന്താ ഇവിടെ തൂക്കിയിരിക്കുന്ന? എനിക്കുള്ള പണി വല്ലോ ആണോ, അതോ എന്റെ പ്ലാൻ വർക്കൗട്ട് ആവുന്നതോ? ലക്ഷണം കണ്ടിട്ട് സ്റ്റെപ്പ് 10 വർക്കൗട്ട് ആയെന്ന് തോന്നുന്നു. അവൾ അവൻ അരികിലേക്ക് വന്നു. നല്ല രസമുണ്ടല്ലേ? കീർത്തി അവനോട് ചോദിച്ചു. അതിന് മറുപടിയായി അവൻ അതേ എന്ന ഭാവത്തിൽ തലയൊന്നാട്ടി. അത് കണ്ടതും കീർത്തി മനസ്സിലോർത്തു, കണ്ടില്ലേ, പിന്നെ ആക്ഷൻ മാത്രം. വാ തുറന്നു വല്ലതും പറഞ്ഞെന്താ? അവൾ ഒന്നുകൂടി അവൻ അരികിലേക്ക് ചെന്നു. ഞാൻ കരുതി ഈ പെയിന്റിംഗ് ഇവിടെ കണ്ടാ നിങ്ങളെടുത്ത് എറിയുമെന്ന്. പക്ഷേ എന്റെ ഊഹങ്ങളെയൊക്കെ തെറ്റിച്ച് നിങ്ങൾ തന്നെ അതവിടെ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പോ ഇഷ്ടല്ലേ? അവനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവൾ നന്നായി പുഞ്ചിരിച്ചു. വരുൺ ആ നിമിഷം അവളുടെ ചിരിയിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു, തന്റെ ഇഷ്ടം അതാണെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ ഞാനത് എടുത്ത് എറിഞ്ഞേക്കാം. ഇവിടെ അത് വെക്കാൻ എടുത്ത എഫേർട്ടിന്റെ പകുതി മതി അതിന്. അത് പറഞ്ഞതും വരുൺ ആ പെയിന്റിംഗ് എടുക്കാനായി കൈ നീട്ടി. അത് കണ്ടതും കീർത്തി വേഗം ആ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് പറഞ്ഞു, അയ്യോ വേണ്ട വേണ്ട, അതിവിടെ തന്നെ നിന്നോട്ടെ. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഈ ഇരുണ്ട മുറി ഇച്ചിരി കളർഫുൾ ആക്കാൻ അതവിടെ നിന്നോട്ടെ. ഫുൾ ബ്ലാക്ക് കളറുള്ള ഈ റൂമിലോട്ട് കേറുമ്പോ ഒരു ഡ്രാക്കുള കോട്ട ഫീലാ. പറഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൾക്ക് എന്താ പറഞ്ഞതെന്ന ബോധം വന്നത്. അവൾ പതിയെ വരുണിന്റെ മുഖത്ത് നോക്കി. അവൻ അവളെ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവന്റെ ആ നീല കണ്ണുകളുമായി അവളുടെ കണ്ണുകൾ ഒരു നിമിഷം കൊരുത്തു. അവൾ വേഗം അവന്റെ കയ്യിൽ നിന്ന് പിടിവിട്ട് മാറി നിന്നു. സോറി, ഞാൻ പെട്ടെന്ന്, അയ്യോ ഞാൻ പോട്ടെ, എനിക്ക് പഠിക്കാനുണ്ട്. ഇതും പറഞ്ഞുകൊണ്ട് അവൾ കട്ടിലിന്റെ അടുത്തേക്ക് നീങ്ങി. അത് കണ്ടതും വരുൺ പറഞ്ഞു, തനിക്ക് വേണ്ടി ഇവിടെ ഒരു പേഴ്സണൽ സ്റ്റഡി റൂം ഒരുക്കിയിട്ടുണ്ട് ഞാൻ. ഇനി മുതൽ അവിടെ ഇരുന്ന് പഠിച്ചോ. വരുൺ പറയുന്നത് കേട്ടതും കീർത്തി അത്ഭുതത്തോടെ കണ്ണ് മിഴിച്ച് അവനെ നോക്കി. പേഴ്സണൽ സ്റ്റഡി റൂമോ? അതും എനിക്ക് വേണ്ടി? പക്ഷേ അവൾ കമ്പരപ്പ് മാറിയില്ല. ഒരു പക്ഷേയും ഇല്ല. നിനക്ക് എന്തായാലും സ്വസ്ഥമായിരുന്നു പഠിക്കാൻ ഒരു സ്ഥലം ആവശ്യമുണ്ടല്ലോ. സോ കം വിത്ത് മീ, ഐ വിൽ ഷോ യു. വരുൺ അവളെയും കൊണ്ട് അവൾക്കായി ഒരുക്കിയ സ്റ്റഡി റൂമിലെത്തി. അകത്ത് കയറി നോക്കിയതും കീർത്തി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അതിലുണ്ടായിരുന്നു. ആഹ്ലാദമടക്കാനാവാതെ അവൾ വരുണിനെ പോയി മുറുകെ കെട്ടിപ്പിടിച്ചു. അവളുടെ ആ പ്രവൃത്തി വരുണിൽ വല്ലാത്തൊരു ഷോക്ക് നൽകി. കീർത്തിയുടെ ഈ പ്രവൃത്തി അവനിൽ എന്തൊക്കെയോ മാറ്റമുണ്ടാക്കി. അതുവരെയും അവൻ അനുഭവിക്കാത്ത എന്തോ ഒന്ന്. താങ്ക് യു സോ മച്ച്. എനിക്ക് വേണ്ടി ഇത്രയും ചെയ്തു തന്നല്ല. എനിക്ക് ഈ റൂം നല്ല ഇഷ്ടായി. ഇത്രയും പറഞ്ഞ് അവൾ പെട്ടെന്ന് മാറി അവന്റെ കവിളിൽ ചുംബിച്ചു.
കീർത്തി അവളുടെ സന്തോഷത്തിന്റെ പുറത്തായിരുന്നു എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഈ പ്രവൃത്തികൾ കാരണം വരുണിന് അവന്റെ ഹൃദയമിടിപ്പ് ഏറുന്നതായി തോന്നി. ഇതാദ്യമായാണ് ഒരു പെൺകുട്ടി അവനെ ഈ രീതിയിൽ ആകർഷിക്കുന്നത്. ആ ഫീൽ മാറുന്നതിന് മുന്നേ തന്നെ അവൻ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. കീർത്തിയാണെങ്കിൽ അവിടെ മുഴുവൻ ചുറ്റിയടിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കീർത്തി സ്റ്റഡി റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ തയ്യാറെടുക്കുന്ന കുറുപ്പേട്ടനെ കണ്ടു. അവൾ അയാളെ തടഞ്ഞ് സ്വയം പാകം ചെയ്യാൻ തുടങ്ങി. സഞ്ജുവും അമലും ജോലിക്കായി പുറത്തു പോയിരിക്കുകയായിരുന്നു. വരുണിന്റെ കൂടെ ഇരുന്ന് അവൾ ഒന്നും മിണ്ടാതെ ഭക്ഷണം കഴിച്ച് വീണ്ടും സ്റ്റഡി റൂമിലേക്ക് പോയി. വരുണും അവളെ അധികം ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോയി. രാത്രി ഏറെ വൈകി വരുൺ റൂമിൽ വന്നപ്പോൾ അവിടെ കീർത്തി ഉണ്ടായിരുന്നില്ല. അവൻ വാച്ചിൽ സമയം നോക്കിയപ്പോൾ അർദ്ധരാത്രി കഴിഞ്ഞിരുന്നു. ഒട്ടും അമാന്തിക്കാതെ അവൻ കീർത്തിയുടെ സ്റ്റഡി റൂമിലേക്ക് നടന്നു. വാതിൽ തുറന്നപ്പോൾ മേശയിൽ തലവെച്ചുറങ്ങുകയായിരുന്നു കീർത്തി. വരുൺ മുന്നോട്ട് ചെന്ന് അവളുടെ മുഖത്ത് നിന്ന് ചിതറിക്കിടക്കുന്ന മുടിയിഴകൾ നീക്കി നോക്കിയപ്പോൾ വളരെ നിഷ്കളങ്കയായ ഒരു കുഞ്ഞിനെ പോലെ തോന്നി. വരുൺ അവളെ ഉണർത്താതെ മെല്ലെ പൊക്കിയെടുത്ത് മുറിയിലേക്ക് വന്നു. ഒരു ബേബി ഡോളിനെ പോലെ സ്നേഹത്തോടെ അവളെ കട്ടിലിൽ കിടത്തി. അവളുടെ മേൽ ഒരു പുതപ്പിട്ടുകൊടുത്തു. എന്നിട്ട് അവളുടെ അരികിലായി കിടന്നു. പിറ്റേന്ന് രാവിലെ കീർത്തി ഉണർന്നു. അടഞ്ഞ കണ്ണുകൾ പതിയെ തുറന്നു. അപ്പോൾ അവളുടെ മുഖത്തിന് നേരെ മുന്നിൽ മുഖം മൂടിയിട്ട വരുണിന്റെ മുഖം. അത് കണ്ട് അവളുടെ ശ്വാസം ഒരു നിമിഷത്തേക്ക് നിലച്ചു. അവൾ കണ്ണിറുക്കി. തന്നെ നോക്കിയപ്പോൾ വരുണിന്റെ മുകളിലായിരുന്നു അവളുടെ ഒരു കാലും ഒരു കൈയും. വേണേൽ ഇങ്ങനെ പറയാം, അവളുടെ ശരീരത്തിന്റെ പകുതിയും വരുണിന്റെ മുകളിൽ തന്നെയായിരുന്നു. അവൾക്ക് അത് വളരെ നാണക്കേടായി തോന്നി. അവളുടെ വസ്ത്രങ്ങളും സ്ഥാനം തെറ്റായായിരുന്നു കിടന്നിരുന്നത്. വരുൺ ഉണർന്നു കിടക്കുകയാണോ എന്ന് അവൾക്ക് സംശയമായി. അവൾ ചിന്തിക്കാൻ തുടങ്ങി. ഉറക്കമാണോ? വരുണിന് രാവിലെ ഒരുപാട് നേരം ഉറങ്ങുന്ന ശീലമില്ലാത്തതാണല്ലോ. ഏതായാലും എണീക്കാം. ഇനി ഞാനെങ്ങാനും എഴുന്നേറ്റ് പോകുമ്പോ ഇയാളുടെ ഉറക്കം നഷ്ടപ്പെട്ട എന്റെ കൊലപാതകമായിരിക്കും നടക്കുന്നത്. കീർത്തി പതിയെ അവളുടെ കാലുകൾ അവന്റെ ശരീരത്തിൽ നിന്നെടുത്തു. പിന്നെ കയ്യും. എന്നിട്ട് വളരെ പതുക്കെ ബെഡിൽ നിന്നും എഴുന്നേറ്റു. ശബ്ദമുണ്ടാക്കാതെ പൂച്ചയെപ്പോലെ പമ്മി പമ്മി വാഷ്റൂമിൽ കയറി. എന്നാൽ ഉറക്കം നടിച്ചു കിടന്നിരുന്ന വരുൺ അത് കണ്ട് പുഞ്ചിരിച്ചു. 1 മണിക്കൂർ മുമ്പ് തന്നെ അവന്റെ ഉറക്കം കഴിഞ്ഞിരുന്നു. പക്ഷേ കീർത്തി തന്നോട് ചേർന്ന് കിടക്കുന്നത് കണ്ട് അവൻ എഴുന്നേറ്റില്ല. കാരണം ഇന്നലെ അർദ്ധരാത്രി വരെ കീർത്തി പഠിച്ചുകൊണ്ടിരുന്നതോർത്ത് അവളുടെ ഉറക്കം നഷ്ടപ്പെടേണ്ടെന്ന് കരുതി. കുറച്ചു നേരം കഴിഞ്ഞ് കീർത്തി റെഡിയായി റൂമിൽ നിന്നും വന്നപ്പോൾ കുറുപ്പേട്ടൻ പറഞ്ഞു, വരുണും സഞ്ജുവും എവിടെയോ പോയി. നാളെ വൈകുന്നേരത്തോടെയേ തിരിച്ചു വരൂ എന്ന്. ഇത് കേട്ട് കീർത്തിയുടെ മുഖത്ത് ചെറിയൊരു സങ്കടം വന്നു. പക്ഷെ അവൾക്ക് അവളുടെ കിരണിനെ കാണാൻ പോകേണ്ടതിനാൽ അധികം ആലോചിച്ചു നിൽക്കാതെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ബാഗും എടുത്ത് പുറത്തുപോയി. അവൾ ഫ്ലാറ്റിൽ നിൽക്കുന്ന സമയവും വരുണിനെ പറ്റിയുള്ള ചിന്തകളിലായിരുന്നു. വരുൺ തന്നെയാണ് തന്റെ സഹോദരന് താമസിക്കാൻ ഈ ഫ്ലാറ്റ് നൽകിയത്. അവന് വേണ്ടി ഇവിടെ എല്ലാം ഒരുക്കിയിരുന്നതും. അവന് ഭക്ഷണം പാകം ചെയ്യാൻ ഒരു വേലക്കാരി ഉണ്ടായിരുന്നു. അവനെ പരിപാലിക്കാൻ ഒരു നഴ്സ്. അതെല്ലാം ഓർത്ത് കീർത്തിയുടെ കണ്ണുകൾ ഒരു നിമിഷം ഈറനണിഞ്ഞു. അവൾക്ക് ഇതെല്ലാം ഒരുപക്ഷെ സ്വപ്നം മാത്രമായിരിക്കാം. ഒരുപക്ഷെ ഈ ഫ്ലാറ്റിന്റെ വാടക കൊടുക്കാൻ പോലും കീർത്തിക്ക് കഴിയുമായിരുന്നില്ല. എന്നാൽ വരുൺ ഈ ഫ്ലാറ്റ് തന്നെ അവളുടെ പേരിൽ വാങ്ങിയിരുന്നു. അപ്പുവിനെ നന്നായി നോക്കുക എന്ന അവളുടെ ഏറ്റവും വലിയ സ്വപ്നം വരുൺ യാഥാർത്ഥ്യമാക്കിയിരുന്നു. കീർത്തി ജീവിക്കുന്നത് തന്നെ അവളുടെ അനിയൻ അപ്പുവിന് വേണ്ടിയിട്ടാണ്. അവൻ സുഖമായിരിക്കുന്നത് തന്നെയാണ് അവളെ സന്തോഷിപ്പിക്കുന്നത്. അതിനു വേണ്ടി എന്തും ചെയ്യാൻ അവൾ ഒരുക്കമാണ്. അടുത്ത ദിവസം വരുൺ വീട്ടിൽ തിരിച്ചെത്തി. അതേ രാത്രി തന്നെ വീണ്ടും അവന് തിരിച്ചു പോകേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാതെ കീർത്തി അവൻ വീട്ടിൽ വരുന്നത് കാത്തു നിൽക്കുകയായിരുന്നു. വരുൺ വീട്ടിൽ വന്നയുടൻ ആദ്യം പോയത് അടുക്കളയിലേക്കാണ്. അവന്റെ കണ്ണുകൾ ഫ്രിഡ്ജിന്റെ ഡോറിൽ സ്റ്റിക്ക് ചെയ്ത ഒരു കുറിപ്പിൽ വീണു. വരുൺ വേഗം ഫ്രിഡ്ജിന്റെ വാതിലിൽ നിന്ന് കീർത്തിയുടെ ഒരു കുറിപ്പെടുത്തു. വെൽക്കം ഹോം ഡിയർ. ചൂട് പിടിച്ചു വരുന്ന നിങ്ങളെ തണുപ്പിക്കാനായി ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. എടുത്തു കുടിക്കാൻ മറക്കരുത്. ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. മുമ്പത്തെ നോട്ടിൽ കണ്ടതുപോലെ ഈ നോട്ടിലും ഒരു മനോഹരമായ സ്മൈലി ഉണ്ടായിരുന്നു. വരുൺ കുറച്ചു നേരം കീർത്തിയുടെ കുറിപ്പിൽ നോക്കി നിന്നു. എന്നിട്ട് ഫ്രിഡ്ജ് തുറന്ന് ജ്യൂസ് എടുത്തു. അവൻ ജ്യൂസിനെ വിശദമായി നോക്കി ആസ്വദിച്ചു. ഇവനെന്താ ജ്യൂസിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ നോക്കി നിൽക്കാനും മാത്രം എന്താ ആ ജ്യൂസിൽ കീർത്തി ചെയ്തു വെച്ചിരിക്കുന്നത്? വരുണിന്റെ ഈ പെരുമാറ്റം കണ്ട് സഞ്ജു അന്തം വിട്ടുപോയി.
അവൻ നിശബ്ദനായി സ്വയം പെറുപെറുത്തു. കാരണം വരുണിന്റെ ജീവിതത്തിലേക്ക് കീർത്തി വന്നപ്പോൾ മുതൽ വരുൺ മാറാൻ തുടങ്ങിയിരിക്കുന്നു. വരുൺ അടുക്കളയിലെ സ്ലാബിന് നേരെ നോക്കി. അവന്റെ കണ്ണുകൾ ഒരിക്കൽ കൂടി ഒരു ട്രേയിൽ സൂക്ഷിച്ചിരുന്ന നോട്ടിൽ പതിഞ്ഞു. ട്രേക്കുള്ളിൽ ഒരു പ്ലേറ്റിനെ മറ്റൊരു പ്ലേറ്റ് കൊണ്ട് മൂടി വെച്ചിട്ടുണ്ട്. വരുൺ ഉടനെ മുന്നോട്ട് ചെന്ന് പ്ലേറ്റിന് മുന്നിൽ നിന്നു. എന്നിട്ട് ആ കുറിപ്പെടുത്ത് വായിക്കാൻ തുടങ്ങി. ഡിയർ ഹബി, നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആദ്യം പ്ലേറ്റ് എടുത്ത് അതിനുള്ളിലെ കുറിപ്പ് വായിക്കൂ. കുറിപ്പിലെ ഈ വാക്കുകൾ വായിച്ച ശേഷം വരുൺ ട്രേയിലേക്ക് നോക്കി. എന്നിട്ട് മൂടി വെച്ച പ്ലേറ്റ് എടുത്ത് വശത്തേക്ക് മാറ്റി. പിന്നെ അവന്റെ കണ്ണുകൾ ട്രേയിലെ സാൻഡ്വിച്ചിലേക്ക് പോയി. വരുൺ വളരെ ശ്രദ്ധയോടെ ആ സാൻഡ്വിച്ച് നോക്കി. വരുൺ വീണ്ടും ആ കുറിപ്പിലേക്ക് നോക്കി. ഞാൻ വളരെ ഇന്റലിജന്റ് ആണെന്ന് എനിക്കറിയാം. സോ നോ കോംപ്ലിമെന്റ്സ് പ്ലീസ്. തക്കാളി വരുണിന് ഇഷ്ടമല്ല എന്നറിയാം. എക്സ്ട്രാ ചീസും ഇല്ല. അതുകൊണ്ട് ഈ സാൻഡ്വിച്ച് ഇഷ്ടാവോന്ന് എനിക്കുറപ്പാ. ഷോക്കാവണ്ട, ഇഷ്ടങ്ങളൊക്കെ എനിക്കറിയാം. കുറിപ്പിന്റെ അറ്റത്ത് സ്മൈലി കണ്ടപ്പോൾ വരുണിന്റെ ചുണ്ടുകൾ അറിയാതെ വിടർന്നു. വരുണിൽ മാത്രം കണ്ണു നട്ടിരുന്ന സഞ്ജു ഈ രംഗം കണ്ടിട്ട് അന്തം വിട്ടു നിന്നു. വരുൺ ഉടൻ തന്നെ അവന്റെ നോർമൽ മോഡിലേക്ക് മടങ്ങി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അയാൾ ജ്യൂസും നോട്ട്സും എടുത്ത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് പോയി. കൂട്ടത്തിൽ സഞ്ജു ഒന്നും മിണ്ടാതെ വരുണിനെ അനുഗമിക്കുന്നുണ്ട്. അവൻ ഇടയ്ക്കിടയ്ക്ക് വരുണിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ടായിരുന്നു. വരുൺ ഇങ്ങനെ പെരുമാറുന്നത് കണ്ട് സഞ്ജു ചിരിച്ചുപോയി. പെട്ടെന്ന് വരുണിന്റെ മുഖഭാവം മാറുന്നത് കണ്ട് സഞ്ജുവിന്റെ ചിരി ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. ഈ സമയം വരുൺ തന്റെ സ്റ്റഡി റൂമിന് പുറത്തു നിന്ന് തന്റെ ഫോണിലേക്ക് നോക്കുകയായിരുന്നു. വരുണിന്റെ മാറിയ മുഖഭാവം കണ്ടപ്പോൾ സഞ്ജുവിന് മനസ്സിലായി എന്തോ വലിയ കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന്. അവൻ വേഗം വരുണിന്റെ അടുത്തേക്ക് നീങ്ങി. സഞ്ജുവിന്റെ കണ്ണുകൾ വരുണിന്റെ ഫോൺ സ്ക്രീനിൽ പതിഞ്ഞു. ഒരു മെസ്സേജ് ഓപ്പൺ ആയി കിടക്കുന്നു. കീർത്തിയെ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നു. ഈ മെസ്സേജ് വായിച്ച് സഞ്ജു ആകെ സ്തംഭിച്ചു പോയി. സഞ്ജു മനസ്സിൽ ചിന്തിക്കാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, ആര്, എപ്പോ, എങ്ങനെ, ആർക്കാ അവളെ തട്ടിക്കൊണ്ടുപോകാൻ ധൈര്യം വന്ന്? അമലുള്ളപ്പോ ഇതെങ്ങനെ സംഭവിച്ചു? ശരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ഒരു മിനിറ്റ്, എവിടെയോ എന്തോ. അപ്പോൾ വരുൺ പറഞ്ഞു. വേഗം വണ്ടി എടുക്ക്, ക്വിക്ക്. അവൻ അലറി. വരുണിൽ നിന്ന് ഇത് കേട്ട് സഞ്ജു അവനെ നോക്കി എന്തോ ചോദിക്കാൻ ആലോചിച്ചു. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ അവനോട് സംസാരിക്കാൻ അദ്ദേഹത്തിന് ധൈര്യമുണ്ടായിരുന്നില്ല. ആ മെസ്സേജ് കണ്ട് വരുൺ ആകെ മരവിച്ചിരുന്നു. എന്നാലും അവന്റെ മുഖത്ത് യാതൊരു ഭാവഭേദവുമില്ല. അടുത്ത നിമിഷം വരുണും സഞ്ജുവും അമലും കാറിൽ വേഗം അവിടെ നിന്നും പോയി. വരുണിന്റെ കണ്ണുകൾ ആ സമയം വളരെ ഭയപ്പെടുത്തുന്നതായിരുന്നു. എന്നെ ഡാർക്ക് സിറ്റിയിലേക്ക് കൊണ്ടുപോ. എന്താ ഈ പെൺകുട്ടികളെ പോലെ എക്സ്പ്രഷൻ ഇടുന്നത് നിർത്തി ഡ്രൈവ് ചെയ്യാൻ നോക്ക്. ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന അമൽ ഇത് കേട്ട് കുഴങ്ങി. എന്തിനാണ് ഇവരൊക്കെ അങ്ങോട്ട് പോകുന്നതെന്ന് അവന് മനസ്സിലായില്ല. പക്ഷേ സഞ്ജു പറയുന്നത് കേട്ട് അയാൾ കണ്ണുരുട്ടി സഞ്ജുവിനെ നോക്കി. ബോസിന്റെ രഹസ്യ സ്ഥലം. പക്ഷെ നമ്മളിപ്പോ എന്തിനാ അങ്ങോട്ടേക്ക് പോകുന്നത്? അമൽ മനസ്സിൽ ചിന്തിച്ചു. അവൻ ആശയക്കുഴപ്പത്തിലാകുന്നത് കണ്ട സഞ്ജു അയാളോട് പ്ലാൻ പറഞ്ഞു. എന്നാലും നമ്മുടെ കണ്ണ് വെട്ടിച്ച് ആർക്കായിരിക്കും ഇതിന് ധൈര്യം വന്നിട്ടുണ്ടാവുക? സഞ്ജുവിനെയും അലട്ടിയിരുന്ന ചിന്ത അതായിരുന്നു. അമൽ വണ്ടി ഓടിച്ചു. സഞ്ജു ശ്രദ്ധാപൂർവം വരുണിന്റെ കണ്ണുകളിലേക്ക് നോക്കി. അവ രക്തം പോലെ ചുവന്നിരുന്നു. എന്തിനാണ് വരുണും സഞ്ജുവും അമലും കൂടി ഡാർക്ക് ടൗണിലേക്ക് പോകുന്നത്? കീർത്തിയെ തട്ടിക്കൊണ്ടുപോകാൻ ആർക്കാണ് ധൈര്യമുണ്ടായത്? കീർത്തി ഏതവസ്ഥയിലായിരിക്കും? കീർത്തിയെ തട്ടിക്കൊണ്ടുപോയവരുടെ അടുത്തെത്താൻ വരുണിനാകുമോ?